ദൈവം ആ ഒരു മനുഷ്യനെ നേരിട്ട് കാണാനെത്തി അവനോടൊരു ജോലി പറഞ്ഞു. പക്ഷേ താനത് ചെയ്യില്ല എന്നായിരുന്നു അവന്റെ മറുപടി. സുനാമി വരാൻ പോകുന്നുണ്ടെന്നും താൻ പറയുന്നിടത്തൊരു ബോട്ട് നിർമ്മിക്കണം എന്നുമായിരുന്നു ദൈവം പറഞ്ഞത്. പക്ഷേ താനത് ചെയ്യില്ലെന്ന് അയാൾ തീർത്തു പറഞ്ഞു. അന്നു മുതൽ അവന്റെ ദുരിത ജീവിതം ആരംഭിക്കുകയായിരുന്നു. അന്നു മുതൽ എവിടെ പോയാലും അയാൾ ദൈവത്തെ തന്റെ ചുറ്റിലും കാണാൻ തുടങ്ങി. ഓരോ തരത്തിൽ ദൈവം അയാളെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നു. അയാൾ ഷേവ് ചെയ്യാൻ പോയാലോ ഞൊടിയിടയിൽ അയാളുടെ ബിയേഡ് വളർന്നു വരും. വീണ്ടും വീണ്ടും കഷ്ടപ്പെട്ട് അയാൾ താടി പിടിച്ചിട്ടും ഞൊടിയിടയിൽ അത് വളർന്നു വന്നുകൊണ്ടിരുന്നു. അവൻ അപ്സെറ്റായെങ്കിലും അയാളുടെ ഭാര്യയായിരുന്നു കൂടുതൽ വറീഡായത്. എല്ലാ ദിവസവും താടി നീണ്ട് അയാൾ വലിയ താടിയുള്ള മനുഷ്യനായി. ഒരു ദിവസം ദൈവം അയാളോടൊരു വസ്ത്രം ധരിക്കാൻ പറഞ്ഞു. അതും അയാൾ അനുസരിച്ചില്ല. ഓഫീസ് ക്ലോത്തൊക്കെ ധരിച്ച് അയാൾ പുറത്തിറങ്ങിയപ്പോഴാകട്ടെ ദൈവം അയാളുടെ വസ്ത്രം തന്നെ അപ്രത്യക്ഷമാക്കി കളഞ്ഞു. പക്ഷെ അയാൾ തോറ്റുകൊടുത്തില്ല. അയാൾ തിരികെയെത്തി ദൈവം പറഞ്ഞ വസ്ത്രം ഇട്ടു. അതിന്റെ മുകളിൽ ഓഫീസ് ക്ലോത്തും ഇട്ട് പ്രോഗ്രാമിനായി പോയി. പക്ഷെ അവിടെ എത്തിയപ്പോഴോ ദൈവം അയാളുടെ ആ ഓഫീസ് സ്യൂട്ട് അപ്രത്യക്ഷമാക്കി. അതോടെ പൗരാണികമായ ആ വസ്ത്രത്തിൽ അവിടെയുള്ളവർ അയാളെ നോക്കിക്കണ്ടു. അതിന്റെ പേരിൽ അയാൾ ഇൻസൾട്ട് ചെയ്യപ്പെട്ടു. മനുഷ്യന്മാരുടെ ഓരോരോ അവസ്ഥകളെ